ജർമ്മൻ പഠിക്കുമ്പോൾ എനിക്ക് ഇത്തിരി ടഫായിരുന്നു. ഞാനൊരു ആവറേജ് സ്റ്റുഡൻ്റ് ആണ്. എൻ്റെ പേര് ഗിഫ്റ്റി, സ്ഥലം തൃശ്ശൂർ മാള. ഞാൻ BSc നഴ്സാണ്. പിന്നെ ഞാനിവിടെ 1 year ആയിരുന്നു വർക്ക് ചെയ്തിരുന്നത്. അപ്പോൾ അവിടെ ആയാലും നമ്മൾ കൂടുതൽ അവേഴ്സ് വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് അതനുസരിച്ചുള്ളൊരു സാലറി കിട്ടുന്നുണ്ടായിരുന്നില്ല. ജർമ്മൻ പഠിക്കുമ്പോൾ എനിക്ക് ഇത്തിരി ടഫായിരുന്നു. ഞാനൊരു ആവറേജ് സ്റ്റുഡൻ്റ് ആണ്. A1 A2 ഇതൊക്കെ മെയിനായിട്ട് നമ്മുടെ ഗ്രാമറായിരുന്നു മെയിൻ. അത് നന്നായിട്ട് പഠിച്ചായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ സെൻറ്റൻസ് ഒക്കെ ഉണ്ടാക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടായിരുന്നു തുടക്കത്തിലൊക്കെ. പക്ഷെ പിന്നെ നല്ല മെറ്റീരിയലൊക്കെ കിട്ടിയായിരുന്നു. പിന്നെ ജർമ്മൻ എല്ലാ ഗ്രാമറും അതുപോലെ തന്നെ വൊക്കാബുലറൊക്കെ അതൊക്കെ നന്നായിട്ട് പഠിപ്പിച്ചായിരുന്നു. അതുകൊണ്ട് തന്നെ ലാസ്റ്റ് എത്തിയപ്പോൾ ആ ഒരു പാറ്റേൺ ഫോളോ ചെയ്തുകൊണ്ട് തന്നെ ലാസ്റ്റ് എത്തിയപ്പോൾ ഇച്ചിരി കൂടി സിമ്പിളായി. ഫസ്റ്റ് ഇത്തിരി ടഫായിരുന്നു, പക്ഷേ അത് മാക്സിമം ഇപ്പോൾ എനിക്ക് പിള്ളേരൊക്കെ ഉണ്ട്, 2 പിള്ളേരുണ്ടായിരുന്നു, അവരെ വെച്ചിട്ടായിരുന്നു പഠിച്ചത്. പക്ഷേ ആ ഒരു പാറ്റേണും നല്ലൊരു സപ്പോർട്ടും കിട്ടിയതുകൊണ്ട് നന്നായിട്ട് പഠിക്കാൻ പറ്റി. അപ്പോൾ തുടക്കം ഇത്തിരി ടഫായിരുന്നെങ്കിലും ലാസ്റ്റ് എത്തിയപ്പോൾ അത്യാവശ്യം പഠിക്കാൻ പറ്റിയായിരുന്നു. ഞാൻ കൂടുതലും യൂട്യൂബ് ചാനലൊക്കെ സെർച്ച് ചെയ്യായിരുന്നു. അപ്പോൾ അതിൽ കുറേ വീഡിയോസ് കണ്ടായിരുന്നു. അങ്ങനെയാണ് ലാൻഡ് ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ വീഡിയോസ് ഇതൊക്കെ കണ്ടത്. അപ്പോൾ അതിനകത്ത് തന്നെ കുറേ ഇൻഫോർമേഷൻ കിട്ടിയായിരുന്നു. നമുക്ക് ജർമ്മനിയിൽ കുറേ പോസിബിലിറ്റീസൊക്കെ ഉണ്ട് നഴ്സുമാർക്ക്, നല്ല സാലറി ആൻഡ് അതുപോലെ തന്നെ നമുക്ക് നമ്മുടെ ലൈഫ് നന്നായിട്ട് സെറ്റിൽ ചെയ്യാനായിട്ട് പറ്റുമെന്നുള്ള കുറേ ഇൻഫോർമേഷൻസ് ലാൻഡ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ തന്നെ കുറേ വീഡിയോസിൽ ഞാൻ കണ്ടായിരുന്നു. പിന്നെ എൻ്റെ റിലേറ്റീവ്സൊക്കെ അവിടെ ഉണ്ട്, അവരും പറഞ്ഞുള്ള അറിവുകളൊക്കെ ഞാനിങ്ങനെ യൂട്യൂബിൽ ഇങ്ങനെ എടുത്ത് നോക്കുമായിരുന്നു ഏതാണ് ഏറ്റവും നല്ല സെൻറ്റർ നോക്കിയത്. അപ്പോൾ ഇങ്ങനെ കുറേ ടെസ്റ്റ് മണി കണ്ടായിരുന്നു കുറേ ആൾക്കാരുടെ. അപ്പോൾ അതിനകത്ത് കുറേ നഴ്സുമാരൊക്കെ അവിടെ നിന്ന് ജർമ്മൻ പഠിച്ച് പാസ്സായി പോകുന്നതൊക്കെ ഉണ്ട്. അപ്പോൾ എനിക്കൊരു ട്രസ്റ്റ് വന്നു. എന്തായാലും ലാൻഡ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിച്ച് അവിടെ നിന്ന് തന്നെയാണ് ഞാൻ എൻ്റെ പ്രോസസ്സിങ്ങിനും കൊടുത്തേക്കണേ. അപ്പോൾ ഡെഫിനറ്റ്ലി എനിക്ക് ആ ഒരു ഡ്രീം അച്ചീവ് ചെയ്യാൻ പറ്റുമെന്ന് വിശ്വസിക്കും. മെയിനായിട്ട് എനിക്ക് കുട്ടികളുള്ളതുകൊണ്ടായിരുന്നു, 2 പേരുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് എന്തായാലും പോയി പഠിക്കാനായിട്ട് പറ്റില്ല. ചെറിയ കുട്ടിയാണ്, അവൾക്ക് 5 മാസമൊക്കെ ഉള്ളപ്പോഴാണ് ഞാൻ ഓൺലൈൻ പഠിക്കുന്നത്. അപ്പോൾ ഓൺലൈനായാലും അവർ നന്നായിട്ട് തന്നെയാണ് എനിക്ക് ക്ലാസ്സൊക്കെ എടുത്തു തന്നതും ഗ്രാമറൊക്കെ നല്ല തറവായിട്ട് പറഞ്ഞു തന്നായിരുന്നു. പിന്നെ കുറേ മെറ്റീരിയൽ തരും, പക്ഷെ എപ്പോഴും പറയുന്നത് ഒരിക്കലും നമ്മൾ അത് തന്നെ കാണാപ്പാഠം പഠിക്കരുത്. സോ ഞാൻ അതുകൊണ്ട് തന്നെ ആ പാറ്റേൺ പക്ഷേ ഞാൻ തന്നെ സ്വയം എഴുതാനും സ്പീക്കിംഗ് ആയാലും ഞാൻ തന്നെയാണ് എൻ്റെ പോയിന്റ്സ് തന്നെ കണ്ടുപിടിച്ചായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ എളുപ്പം ക്രാക്ക് ചെയ്യാനായിട്ട് പറ്റിയായിരുന്നു. എന്നെ പഠിപ്പിച്ച ശരത് സാറായിരുന്നു ഓൺലൈനിൽ. സാറ് നന്നായിട്ട് തന്നെ മെയിനായിട്ട് ഗ്രാമർ തറാക്കി തന്നായിരുന്നു. പിന്നെ വൊക്കാബ് എല്ലാ ദിവസവും ചോദിക്കും, നല്ല സ്ട്രിക്റ്റും ആയിരുന്നു. പിന്നെ സ്പീക്കിങ്ങിനായാലും എപ്പോഴും ഓരോ ടോപ്പിക്സ് തരും, എന്നിട്ട് ഞങ്ങളോട് തന്നെ സ്വയം ഉണ്ടാക്കി അവിടെ തന്നെ സ്പീക്ക് ചെയ്യിക്കായിരുന്നു. അതുപോലെ തന്നെ റൈറ്റിങ്ങും ഞങ്ങൾക്ക് കുറേ പാറ്റേണും കുറേ നോട്ട്സൊക്കെ തന്നു. പക്ഷെ ഒരിക്കലും നിങ്ങളത് തന്നെ കവറപ്പ് ചെയ്യാണ്ട് നിങ്ങളുടെ തന്നെ വ്യൂ പോയിന്റ്സിൽ എപ്പോഴും എഴുതാൻ എന്നാൽ മാത്രം നിങ്ങൾക്ക് പാസ്സാകാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ റൈറ്റിങ്ങൊക്കെ അങ്ങനെ സ്വയം എഴുതാൻ നോക്കിയായിരുന്നു. അങ്ങനെ സാറും നല്ലൊരു ഫ്രണ്ട്ലി ആയിരുന്നു, സ്ട്രിക്റ്റ് ആയിരുന്നു. പിന്നെ നന്നായിട്ട് ക്ലാസ് എടുത്തായിരുന്നു. എല്ലാവരും പൊതുവേ ജർമ്മൻ ഒരു ടഫ് ലാംഗ്വേജ് എന്നാണ് പറയുന്നത്. പക്ഷേ നമ്മളത് ഏറ്റെടുത്ത് നല്ലോണം ആ ഒരു സക്സസ്സിലേക്ക് എത്താൻ നല്ലോണം ഹാർഡ് വർക്ക് ചെയ്താൽ ഡെഫിനറ്റ്ലി നമുക്ക് ആ ഒരു ഇതിലേക്ക് എത്തും. സ്പീക്കിംഗ് ഒക്കെ എനിക്ക് ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ കിട്ടിയായിരുന്നു. അപ്പോൾ എനിക്ക് ഭയങ്കര പാടുള്ളത് സ്പീക്കിംഗ് ഭയങ്കര പാടായിരുന്നു. എനിക്ക് ഒട്ടും കിട്ടുമെന്ന് പ്രതീക്ഷിച്ചില്ലായിരുന്നു. പക്ഷെ ഞാൻ എപ്പോഴും ഇങ്ങനെ സ്പീക്ക് ചെയ്തുകൊണ്ടിരിക്കുക, നമ്മൾ എന്ത് കിട്ടുമ്പോഴും അതിനെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കുക. പിന്നെ എപ്പോഴും ഇങ്ങനെ പ്രാക്ടീസാണ് മെയിൻ ഇത് വേണ്ടത്. ഓൺലൈൻ ആയതുകൊണ്ട് എനിക്ക് കിട്ടിയായിരുന്നു, പക്ഷെ എന്നാലും എനിക്ക് ഓഫ്ലൈൻ്റെ പോലെ ഒരു എൻവയോൺമെൻറ്റ് കിട്ടിയില്ലായിരുന്നു. പക്ഷെ ഞാൻ വീട്ടിൽ ഞാൻ തന്നെ ഇങ്ങനെ പോയിന്റ്സ് ഉണ്ടാക്കിയിട്ട് അത്യാവശ്യം ചെറിയ പോയിന്റ്സ് ആക്കിയിട്ട് പറയാൻ ശ്രമിക്കുമായിരുന്നു. അങ്ങനെ സ്പീക്കിംഗ് ഇമ്പ്രൂവ് ചെയ്ത്. അപ്പോൾ ഞാനൊരു ആവറേജ് സ്റ്റുഡൻറ്റ്, അത്ര നന്നായിട്ട് പഠിക്കുന്ന കുട്ടിയല്ല. അപ്പോൾ എന്തായാലും എല്ലാവർക്കും തന്നെ ഇച്ചിരി ഹാർഡ് വർക്ക് അതിനകത്ത് ഇട്ട് കഴിഞ്ഞാൽ എന്തായാലും ഡെഫിനറ്റ്ലി പാസ്സാവാൻ പറ്റും. അത് നല്ലൊരു നമ്മൾ നല്ല ഇൻസ്റ്റിറ്റ്യൂട്ടും ചൂസ് ചെയ്യണം. അത് ഭയങ്കര വലിയൊരു കാര്യമാണ്. അപ്പോൾ ലാൻഡ് ഇൻസ്റ്റിറ്റ്യൂട്ട് ശരിക്കും എനിക്ക് നല്ലതായിട്ട് എന്നെ ഇത് പാസ്സാവാൻ വേണ്ടി എന്നെ നന്നായിട്ട് ഹെൽപ്പ് ചെയ്തായിരുന്നു. ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്തു. ഇൻ്റർവ്യൂ ഇപ്പോൾ ഒരെണ്ണം ഇപ്പോൾ വരുന്നുണ്ട് എനിക്ക് ഇൻ്റർവ്യൂ. ഫസ്റ്റ് സ്ക്രീനിങ് കഴിഞ്ഞു. ഈ നെക്സ്റ്റ് 3 ഇൻ്റർവ്യൂ ആണ് ടോട്ടലുള്ളത്. 2ാമത്തെ ഇൻ്റർവ്യൂവിനോട്